നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കളത്തിലേക്ക് എത്തിയെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് നിരാശയാണ് സമ്മാനിക്കപ്പെട്ടത്. കോഹ്ലി ഡെക്കായി. ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഡെക്കാണ്. രോഹിത് ശർമ്മ ഒരു ബൗണ്ടറിക്ക് അടിച്ചു, പക്ഷേ അദ്ദേഹവും നിരാശപ്പെടുത്തി. 8 റൺസുമായിട്ട് അദ്ദേഹവും മടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 12ാമത്തെ ഓവർ പുരോഗമിക്കുകയാണ്. മഴയുടെ പ്രശ്നമുണ്ട്. അപ്പം റെയിൻ ഡിലേ ഉള്ളൊരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ബാറ്റർമാർ മടങ്ങിക്കഴിഞ്ഞൊരു സ്ഥിതിയിലാണുള്ളത്. നായകൻ ശുഭൻ ഗില്ല് 10 റൺസാണ് അടിച്ചത്. അങ്ങനെ 37-3 എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. സംഗതി ഒട്ടും ശുഭകരമല്ല എന്നർത്ഥം. ടോസ് ലഭിച്ച ഓസ്ട്രേലിയൻ ടീം ബൗളിംഗ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കണ്ടീഷൻസ് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരുടെ നായകൻ മിച്ചൽ മാർഷ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതിന് ഉതകുന്ന തരത്തിലുള്ള ബൗളിംഗ് പ്രകടനമാണ് സ്റ്റാർക്ക് ആയാലും ഹേസൽവുഡ് ആയാലും എല്ലിസ് ആയാലും ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന 3 പേരും ഓരോ വിക്കറ്റുകൾ എടുത്തു. രോഹിത് ശർമ്മയാണ് ആദ്യം പുറത്തായത്. സ്കോർ ബോർഡിൽ വെറും 13 റൺസാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം 8 റൺസാണ് അടിച്ചത്. 14 പന്തുകളിൽ നിന്ന് ഒരു 4ൻ്റെ സഹായത്തോടെ 8 റൺസ്. ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ മാറ്റ് റൺഷോ പിടിച്ച് അദ്ദേഹം പുറത്തായി. പിന്നാലെ വിരാട് കോഹ്ലിയുടെ ഒരു മികച്ച ഇന്നിങ്സ് കാത്ത് ഇരുന്നവർക്ക് വലിയ നിരാശ സമ്മാനിച്ചുകൊണ്ട് 8 പന്തുകൾ നേരിട്ട് അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങിപ്പോയി. മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ കൂപ്പർ കനോലിയുടെ കിടിലൻ ഒരു ക്യാച്ച്. കോഹ്ലിയുടെ ആ ഷോട്ട് അപ്പിഷായിരുന്നു. അത് കൃത്യമായിട്ട് ക്യാച്ച് എടുത്ത് കൂപ്പർ കനോലി കോഹ്ലിയെ മടക്കി വിട്ടു. ഡെക്കായിട്ട് അദ്ദേഹം മടങ്ങി. പിന്നെ ക്യാപ്റ്റൻ്റെ ഊഴമാണ് അടുത്തതായിട്ട് പുറത്താവാനുള്ളത്. തൊട്ട് പിന്നാലെ ക്യാപ്റ്റനും പോയി. ശുഭൻ ഗില്ല് നഥാൻ എല്ലിസിൻ്റെ പന്തിൽ ജോഷ് ഫിലിപ്പ് പിടിച്ച് പുറത്തായി. 18 പന്തുകളിൽ നിന്ന് 2 4 സഹായത്തോടെ അദ്ദേഹം 10 റൺസ് അടിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് റെയിൻ ഡിലേ ആണ്. നിലവിൽ ക്രീസിലുള്ളത് ശ്രേയസ് അയ്യർ 20 പന്തിൽ നിന്ന് 6 റൺസ്. അക്സർ പട്ടേൽ 11 പന്തിൽ നിന്ന് 7 റൺസ്. അങ്ങനെ ക്രീസിൽ നിൽക്കുകയാണ്. ഒട്ടും എളുപ്പമല്ല ഓസ്ട്രേലിയയിൽ ഈ ഒരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് തെളിയുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.